അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ അതിവിശിഷ്ടമായ രാത്രികൾ നമ്മളിങ്ങനെ അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇംദാദീസ് വ്ളോഗിലാണ് ഇനി മുതൽ 7:15 ഈ മജ്ലിസ് നടക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മജ്ലിസിലൂടെ ജീവിതം മാറിമറിയുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സങ്കടങ്ങളാണ് ഓരോരുത്തർ പറഞ്ഞിട്ടുള്ളത്. ഇന്നുകൂടെ ഞാൻ ഈ സിഹർ എന്നൊരു വിഷയം എന്ന് എടുക്കാനുള്ളൊരു കാരണം, ഇന്ന് ഒരു സഹോദരൻ രാവിലെ എന്നെ കണ്ട സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ചുണ്ട് വിതുമ്പുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, ആകെ തകർന്നു പോയൊരവസ്ഥ, അവസാനം അത് സിഹറിലൂടെയാണെന്ന് കണ്ടെത്തി ആ സിഹറൊന്ന് മാറിക്കിട്ടാൻ, ആ സിഹറൊന്ന് ബാത്തുലാകാൻ പോകാത്ത ഇടങ്ങളില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞൊരു സഹോദരൻ. അല്ലാഹുവേ, സിഹറിൽ നിന്ന്, കണ്ണീറിൽ നിന്ന്, മാരകമായ ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവൽ തരണേ റഹ്മാനെ. അല്ലാഹു റബ്ബുൽ ആലമീൻ കാവലിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സിഹറിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സിഹർ യാഥാർത്ഥ്യമാണ് അല്ലേ, സിഹർ സത്യമാണ്. സിഹർ നുണയാണെന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലത്താണ് ഇത് വ്യാപകമായതെന്ന് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയുന്നുണ്ട്. ഇതൊക്കെ സത്യമാണ്. പക്ഷേ എല്ലാം സിഹറാണെന്ന് പറയാൻ പറ്റുമോ? ചില ആൾക്കാരുണ്ട് മിണ്ടിയ സിഹർ, വയറുവേദന എന്നാ സിഹർ, തലവേദന എന്നാ സിഹർ അല്ലേ, എന്തിനും ഏതിനും സിഹർ. അങ്ങനെയല്ല, സിഹർ യാഥാർത്ഥ്യമാണ്. പക്ഷെ എല്ലാം സിഹറാണോ? അല്ല. വമാ ഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചാലേ ഏത് സിഹറും ഫലിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു സിഹറും ഫലിക്കൂല, ഒരു ഷെറും ഫലിക്കൂല. എല്ലാ ഖൈറും ഷെറും ഫലിക്കണമെങ്കിൽ ആരുദ്ദേശിക്കണം? അല്ലാഹു ഉദ്ദേശിക്കണം. ആ റബ്ബാണെല്ലാം വിധിക്കുന്നവൻ, ആ റബ്ബാണെല്ലാം എടുക്കുന്നവൻ. ആ റബ്ബ് സുബ്ഹാനഹു വതആല സിഹർ മാറ്റിത്തരാൻ വേണ്ടി ഒരുപാട് ഉപാധികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സിഹർ കൊണ്ട് ജീവിതം ആകെ വട്ടപൂജ്യമായവരുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് സമാധാനം കൊടുക്കട്ടെ. ഗൾഫിൽ കഴിയുന്ന പ്രവാസികൾ, ജീവിതം തകർന്നാകെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കട്ടെ, എല്ലാവരുടെയും സങ്കടങ്ങൾ മാറ്റി റാഹത്തായ ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിവിശിഷ്ടമായ ഒരു ദിക്ർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ. സിഹറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, മാരകമായ അത്തരം ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ പറ്റിയൊരു ദിക്റാണ്. മനസ്സറിഞ്ഞൊരു 11 തവണ ഒന്ന് ചൊല്ലിക്കേ. أعوذ بكلمات الله التامات من شر ما خلق. 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 അല്ലാഹുവേ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നീ മോചനം നൽകണേ റഹ്മാനെ. പ്രാർത്ഥനക്കുത്തരം ലഭിക്കുന്ന ഈ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ചൊല്ലണം. നമ്മളിന്ന് എപ്പോഴും പറയാറുണ്ട്, മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു അല്ലേ, എപ്പോഴാണ് ദുആഇന് ഉത്തരം കിട്ടുന്ന സമയം, എന്താണ് ചൊല്ലേണ്ടതെന്ന് പറയുമ്പോൾ റബ്ബ് പറയണില്ലേ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിൽ ചൊല്ലിയാൽ, അതായത് ദുൽഹജ്ജിൽ ആദ്യ 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹ് തരും. അവൻ കൈവിടൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രണയം നിറയണം. എനിക്ക് അല്ലാഹ് ഇല്ലാതെ ആരുമില്ല എന്നുള്ളൊരു സംഗതി അല്ലേ. ലാ എന്ന് പറയുമ്പോൾ തന്നെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ല എന്ന് പറഞ്ഞാൽ എന്തില്ല? എൻ്റെ മനസ്സിലില്ല, എനിക്കില്ല, ആരുമില്ല, കെട്ടിയവനും ഇല്ല, മക്കളും ഇല്ല, ഭാര്യയില്ല, ആരുമില്ല, എനിക്ക് അല്ലാഹേ ഉള്ളൂ, എനിക്ക് അല്ലാഹുവേ ഉള്ളൂ. ആ ബോധ്യത്തിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്,
لا إله إلا الله 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 لا إله إلا الله. പടച്ചവനെ നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല അല്ലാഹ്. നീ കൈവെടിഞ്ഞാൽ പോകാനൊരിടമില്ല തമ്പുരാനെ. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഏറെ മനോഹരമാണ് സൂറത്തുൽ ഫജ്ർ. സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്താൽ ഈ മാസം ഈ ജീവിതം അല്ലാഹ് ഏറ്റെടുക്കൂലേ. സൂറത്തുൽ ഫജ്ർ മനസ്സറിഞ്ഞ് നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي
വദ്ഖുലി ജന്നതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പടച്ചോനെ, ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ചേർത്ത് പിടിക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഏറെ ശ്രേഷ്ഠതയുള്ള ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ പഠിപ്പിച്ച ദിക്റാണ്. മനസ്സറിഞ്ഞ് നമുക്കൊന്ന് ചൊല്ലണ്ടേ? മനസ്സറിഞ്ഞ് ചൊല്ലണം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാ സ്തുതിയും അല്ലാഹുവിനാണല്ലേ, എല്ലാ പരിശുദ്ധിയും അല്ലാഹുവിനാണ്. എനിക്കൊരു പരിശുദ്ധിയില്ല, ഞാൻ പരിശുദ്ധനല്ല. അൽഹംദുലില്ലാ, സ്തുതി മുഴുവൻ അല്ലാഹുവിനാണ്, എനിക്കൊരു സ്തുതിയുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. അല്ലാഹ് അല്ലാതെ എനിക്ക് ആരുമില്ല. അല്ലാഹു അക്ബർ, ഏറ്റവും വലിയവൻ അല്ലാഹു മാത്രമാണ്. ഞാൻ വലിയവനല്ലാതെ. ഈ സംഗതികളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ഈ ദിക്ർ ചൊല്ലിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ കടന്ന് കുറേ ബഹളം ഉണ്ടാക്കി കുറേ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ഈ ദിക്റുകൾ ചൊല്ലുമ്പോൾ ഈ സംഗതികളൊക്കെ മനസ്സിൽ വരണം. ഈ സംഗതികളൊക്കെ മനസ്സിൽ വരണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അധികം വൈകാതെ ഒരു മെഡിറ്റേഷൻ ക്ലാസ് രാവിലെ ഒരു 5:30 മണിക്ക് നമ്മുടെ ഈ ചാനലിൽ ഒരു മെഡിറ്റേഷൻ ഒരു അരമണിക്കൂറിൽ താഴെയുള്ള സമയത്ത് നമ്മുടെ മൈൻഡ് അടിപൊളിയാകാനായിട്ട് ഒന്നരാടം മതിയാവും അല്ലേ? എല്ലാ ദിവസവും വേണമെന്നില്ല. നമുക്ക് അങ്ങനെ ഒരു സംഗതി സെറ്റ് ചെയ്താൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് പറയണം. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അറഫ രാവ് വരുമ്പോൾ, അല്ലെങ്കിൽ അറഫ ദിവസത്തിലാകട്ടെ, രാവിലെ മജ്ലിസിലാണ് നടന്നോട്ടെ, അറഫ ദിവസത്തിലെ സദസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒരു 11 ലക്ഷം സ്വലാത്ത് ഹദിയ ചെയ്യണം. ഒരു 11 ലക്ഷം സ്വലാത്ത് എല്ലാവരും ചൊല്ലൂലേ? ഈ ചൊല്ലുന്ന ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊരു ഇഷ്ടമായിരിക്കും അന്നത്തെ ദിവസം അല്ലേ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറൂലേ? പ്രത്യേകിച്ച് ഈ ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം അറഫാ ദിവസമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം എൻ്റെ ഹബീബിലേക്ക് സ്വലാത്ത് ചെല്ലുന്നവരെ ഹബീബായ തങ്ങൾക്ക് എന്തൊരു ഇഷ്ടമായിരിക്കും. അവിടെ നിന്ന് ചേർത്ത് പിടിക്കൂലേ? മുത്തുനബി ചേർത്ത് പിടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല. അതിലപ്പുറം എന്തൊരു മഹാഭാഗ്യം നമുക്ക് വേണ്ടത്. അപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ കണ്ണുനീര് തുടച്ചു തരട്ടെ അല്ലേ? അല്ലാഹു കണ്ണുനീര് തുടച്ചു തരും. അപ്പോൾ എത്ര സ്വലാത്ത് ചൊല്ലാൻ പറ്റും എന്നൊക്കെ എല്ലാവരും അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അറഫാ ദിവസം രാവിലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ദുആ വസിയത്തുകളൊക്കെ അയക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ചോദ്യങ്ങൾക്ക് സ്വബാഹുൽ ഖൈറിലൂടെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെയും നിങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിലൊക്കെ ഉത്തരം കമൻറ്റ് ചെയ്യും. രാവിലെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ കമൻറ്റ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലേ? അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആളുകളിൽ നിന്ന് ഒരാളെ നമുക്ക് 5000 രൂപ ഇൻഷാ അല്ലാഹ് അറഫാ ദിവസത്തിൻ്റെ അന്ന് നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കണം. അള്ളാഹു ഇതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്ർ നമുക്കൊന്ന് ചൊല്ലാം. അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വർഗത്തിൽ ദുരിതം ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ പേരിൽ ഒരു മരം നടുക. നമ്മളിങ്ങനെ നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പേരിൽ വലിയൊരു തോട്ടം അവിടെ ഉണ്ടാകണം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കുക കുറച്ച് തവണ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. الحمد لله. പടച്ചോനെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നമ്മുടെ
ഇത്തരം പരിശുദ്ധമായ ദിനരാത്രങ്ങൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് മറ്റൊരാളെ സഹായിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ പ്രയാസം അനുഭവിക്കുന്ന ഈ ഉസ്താദിന് വീട് വെച്ച് കൊടുക്കുന്നതിലേക്ക് പലരും ഹദിയ ചെയ്യുന്നുണ്ട്. ആ ഹദിയ അള്ളാഹ് കാണാതിരിക്കില്ല കേട്ടോ. കാരണം ഇത് പരിശുദ്ധ രാത്രികളാണ്. ഈ പരിശുദ്ധ രാത്രികളിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹ് ഏറ്റെടുക്കൂലേ? അള്ളാഹ് കൈവിടുമോ? നമ്മളെ ആര് കൈവിട്ടാലും റബ്ബുൽ ആലമീനായ തമ്പുരാൻ കൈവിടുമോ? അള്ളാഹു കൈവിടൂല. അള്ളാഹു അത് ഏറ്റെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്പം മദ്ഹ് നമുക്കൊന്ന് ചൊല്ലാം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം كفيرا عني ذنوبي واغفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم عليم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم نبي كرونا കടലോരേ മുത്ത് നബി ശഫീഉൽ ഉമ്മ സല്ലല്ലാഹു على محمد صلى الله عليه وسلم തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ചടിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين. الحمد لله الحمد لله. അല്ലാഹു റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ. സമാധാനം നിറഞ്ഞ ജീവിതം നൽകി കരുണക്കടലായ റബ്ബ് നമ്മെ ചേർത്ത് പിടിക്കുമാറാകട്ടെ. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പാവപ്പെട്ട ഉസ്താദിലേക്ക് ഹദിയ ചെയ്ത ആളുകളൊക്കെ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങൾ അള്ളാഹു മാറ്റി തീർക്കട്ടെ. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ട മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയാം. ചെറിയൊരു ദുആ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. നീ തഴഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാഹ്. നീ കൈവെടിയല്ലേ അല്ലാഹ്. നീ കൈവെടിയല്ലേ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എത്രയോ സഹോദരങ്ങളുണ്ട്. ഈ കമന്റ് ബോക്സ് നിറയെ സങ്കടങ്ങളാണ് അല്ലാഹ്.
എല്ലാ സങ്കടങ്ങളെയും നീ അകറ്റണേ തമ്പുരാനെ. മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, കാവലേകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, നീ സുരക്ഷിതത്വം നൽകണേ അല്ലാ. പടച്ചവനെ, കൊറോണ പോലുള്ള വൈറസുകൾ വീണ്ടും പടർന്നു പിടിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നീ സുരക്ഷിതത്വം നൽകണേ അല്ലാ. എത്രയോ മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്, എല്ലാ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ. കൽബകം നീറുകയാണ് അല്ലാ, സങ്കടങ്ങളേറെയുണ്ട് അല്ലാ, നീ തടഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, മനസ്സ് വിങ്ങുകയാണ് അല്ലാ. ഞങ്ങളുടെ പൊന്നു മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. വഴിയേടിലാക്കല്ലേ അല്ലാ, പുത്തൻവാദിയാക്കല്ലേ അല്ലാ. ഞങ്ങൾ മരിച്ചാ പോലും തിരിഞ്ഞു നോക്കാത്ത മക്കളാക്കല്ലേ അല്ലാ. പടച്ചവനെ, പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ഔന്നത്യം നൽകണേ അല്ലാ, ശോഭനമായ ഭാവി നൽകണേ അല്ലാ. പരീക്ഷകൾ എഴുതാൻ കാത്തിരിക്കുന്നവരുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാ. യാ റബ്ബനാ, പടച്ചവനെ, മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, എത്രയോ ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങിയവരാണ് അല്ലാ. നിന്റെ കാരുണ്യം ചൊരിയണേ അല്ലാ, നിന്റെ കാരുണ്യം ചൊരിയണേ അല്ലാ. എത്രയോ സഹോദരങ്ങൾ സഹോദരിമാർ ഹോസ്പിറ്റലിലാണ്, ശിഫ നൽകണേ അല്ലാ. മാരക രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. എത്രയോ അസുഖബാധിതരുണ്ട്, സൗഖ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ തരല്ലേ അല്ലാ, അറ്റാക്ക് തരല്ലേ അല്ലാ, ലങ്സിന് കിഡ്നിക്ക് പ്രയാസം തരല്ലേ അല്ലാ. അത്തരം അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ സൗഖ്യം നൽകണേ അല്ലാ. തളർന്നു പോകുന്ന സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. മക്കൾക്ക് പോലും വേണ്ടാച്ചവരാക്കല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. യാ റബ്ബനാ, കടങ്ങളെല്ലാം ഏറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്ന ആളുകൾ വന്ന് മയ്യത്തിന് വില പറയുന്ന ഗതികേട് നൽകല്ലേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളെ നീ ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. നീ തന്നാൽ ആർക്കാണ് റബ്ബേ തടുക്കാൻ കഴിയുക? നിന്റെ മുമ്പിലല്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി ഇരക്കേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. പടച്ചവനെ, പാവപ്പെട്ട ഒരു ഉസ്താദിലേക്ക് വീട് വെക്കുന്നതിലേക്ക് ഹദിയ ചോദിച്ചപ്പോ തന്ന ആളുകൾ, തരാൻ ഉദ്ദേശിച്ചവർ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് യാ റബ്ബനാ, മുറാദുകളെല്ലാം ഹാസുലാക്കണേ അല്ലാ. അവരെ നീ ചേർത്ത് പിടിക്കണേ അല്ലാ. പടച്ചവനെ, വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ലാ. നിർമ്മാണത്തിലിരിക്കുന്നത് എളുപ്പത്തിൽ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ, നീ പൂർത്തീകരിക്കണേ അല്ലാ. യാ റബ്ബനാ, വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. വിവാഹമുറപ്പിച്ചത് ഭംഗിയായി നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. റഹമുറാഹിമായ റബ്ബേ, പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് മോചനം നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് പരിശുദ്ധ ഭൂമിയിലേക്ക് ഹജ്ജിന് പോയവരുണ്ട്, അമാലുകൾ പൂർത്തീകരിച്ച് തിരിച്ചെത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. വിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾക്കും ആ മഹാഭാഗ്യം തരണേ അല്ലാ. കഅബ കാണാതെ, മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. മദീനയിലെ രാജകുമാരനെ നെഞ്ചിലേക്ക് ചേർക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഇന്ന് ഖബറിലാണ്. ഞങ്ങളിൽ പലരുടെയും ബാപ്പയും ഉമ്മയും ഖബറിലാണ്. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. സ്വർഗീയ അനുഭൂതികൾ ഖബറിൽ നൽകണേ അല്ലാ. അവൻ അനുഭവിച്ചത് മുഴുവൻ വേദനകളാണ് റബ്ബേ, ഖബറിലെങ്കിലും സന്തോഷം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമാക്കല്ലേ അല്ലാ. ജീവിച്ചിരിക്കുമ്പോ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, നീ ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം ഞങ്ങളുടെ മരണ ദിവസമാക്കണേ അല്ലാ. പടച്ചവനെ, നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയത്ത് താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.